അപ്പം നിയാൽക്ക എങ്ങനെയുണ്ട് വരൂ. നമ്മളെ ദുബായ് ജേണിനെ കുറിച്ചാണ് ഞങ്ങൾ രണ്ടുപേർക്ക് സംസാരിക്കാൻ വേണ്ടത്. മാഷാ അല്ലാ, ഞാനും നിയാലും ഷാനും ഈച്ചും ഒരു മുണ്ടലി സൗണ്ട് ആക്കല്ലേ, ഒരു 6 ദിവസമായിട്ട് ദുബായിൽ ഇനി എൻജോയ് ചെയ്തോ? പിന്നെ പൊളിച്ചു, അടിച്ച് പൊളിച്ചു. അതായത് ഉണ്ടല്ലോ, അതിൻ്റെ വിഷ്വൽ എടുക്കാനോ വ്ളോഗ് എടുക്കാനോ നമുക്ക് എന്ത് കിട്ടിയില്ല, നേരം കിട്ടിയില്ല, സമയം കിട്ടിയില്ല. അത്രയും സൂപ്പർ ട്രിപ്പാണ് നമ്മൾ പോയത്. അതായത് പ്രോപ്പർ വെക്കേഷൻ. സത്യം. അതായത് ഉറങ്ങുക, നേരെ രാവിലെ 7 മണി 8 മണി നാട്ടിൽ 9 പോയി ഉറങ്ങുക, പിന്നെ ഉച്ചക്ക് 10 മണി 1 മണിയാകുമ്പോൾ പിന്നെയും ട്രിപ്പ് ഇങ്ങനെ 6 ദിവസം ട്രിപ്പ്, പെയിന്റ് ബോൾ, കുറെ ഗെയിംസ്, എന്തിനൊക്കെ പോയി നമ്മള്, ഫുട്ബോൾ, കളിക്കൊക്കെ പോയി. ഒരു ദുബായിലെ ബ്ലാക്ക് ഔട്ട്, പ്രേതം വന്ന് പിടിച്ചു കളിക്കൊണ്ടേ, പ്രേതം നമ്മൾ പിടിച്ചുകൊണ്ടുപോകും. ശരിക്കും പ്രേതം വന്നിട്ട് നമ്മളെ പിടിച്ചുകൊണ്ടേ കെട്ടിയിടും ഒരു വേറെ റൂമിൽ. എന്നിട്ട് നമ്മളെ കൂട്ടുകാർ പോയി പോലെ രക്ഷിക്കൊക്കെ വേണം. എന്റെ നെഞ്ചൊക്കെ പൊട്ടി പോരാനായില്ലേ. അപ്പം നമ്മൾ ദുബായിലൊക്കെ പോയി വന്നു. അപ്പം വളരെ എനിക്കറിയാം ഒരുപാട് മെസ്സേജ് വന്നു കഴിഞ്ഞിട്ടാണ്. അതായത് നമ്മൾ പോയ എന്നിട്ട് നിയാലിനും എനിക്കും ജിംഷാനും ഇവിടെ എല്ലാവർക്കും മെസ്സേജ് ഉണ്ട്, വ്ളോഗ് എന്തി. അപ്പോൾ ഇതൊരു ഡ്രഗ്സ് പോലെ എടുത്തോലുണ്ട്. ഇത് എങ്ങനെ കിട്ടി പിന്നെ അഡിക്റ്റ് ആയിക്കാണ്ട് കിട്ടാതെ നോക്കുമ്പോൾ ഇടങ്ങാറ് നമുക്ക് നല്ലോണം അറിയാം. ഡ്രഗ്സിൻ്റെ കേസിലല്ല കേട്ടോ, അല്ലാതെ ഒരു താരം കിട്ടാൻ നിൽക്കുമ്പോൾ. അപ്പം ഡ്രഗ്സ് ഒന്നും ആരും യൂസ് ചെയ്തിട്ട് ആ വാക്കന്നെ ഞാൻ യൂസ് ചെയ്യണില്ല, പോട്ടെ കുട്ടികളൊക്കെ മായ്ച്ച് കളയാം. അപ്പം അങ്ങനെ ആൾക്കാരെ നമുക്ക് മെസ്സേജ് അയച്ചു. പക്ഷേ നമുക്ക് എന്താ വെച്ചാൽ ഒരു മാസം നമ്മൾ കുത്തിർന്ന് നയിച്ചേനി 10-60 വ്ളോഗും 100 ഷോർട്സ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാര്യമില്ല. എനിക്ക് ഒരു ഒഴിവും കിട്ടാതെ നിൽക്കണ സമയത്താണ് അങ്ങനെ നമ്മൾ ചെയ്യണത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ദുബായിക്ക് എൻജോയ് ചെയ്ത്. ഗൾഫ് ഉള്ളതുകൊണ്ട്, ഗൾഫ് നമ്മളെ അവിടുത്തെ ബോസാണ്, ഗൾഫത്തെ മൂപ്പരുള്ളതുകൊണ്ട് കുറേ